അങ്ങേരെ കടയുള്ള ഒരുത്തൻ ഉണ്ടായിരുന്നല്ലോ, ഒരു കൊച്ചുണ്ടായിരുന്നല്ലോ, ഒരു ചെക്കൻ. അല്ല, അവന് എന്തോ പറ്റി? ഏതേതായത് അതിന്റെ പേര് ഞാൻ മറന്നുപോയി. പേര് പറയണമെന്നില്ല, പറഞ്ഞാ മതി. കാര്യം പറ. ബംഗാളിൽ കഴിഞ്ഞ ദിവസം മുസ്ലിം തീവ്രവാദികൾ കൊന്നത് ആരെയാ? ബ്രാഹ്മണന്മാരെയായിരുന്നോ? മുസ്ലിം എന്ന് പറയുന്നത് മുസ്ലിം എന്ന് പറയുന്നത് മലയാളത്തിൽ പറയുന്നേ. തീവ്രവാദി എന്ന് പറയുമ്പോ ഞാനൊരു തീവ്രമായിട്ടുള്ള വാദമുള്ള ആളാണ്. എനിക്ക് തീവ്രമായിട്ടുള്ള വാദമുണ്ട്. എല്ലാരും സഖാവാകണം, എല്ലാരും മനുഷ്യനാകണം. അതൊരു തീവ്രമായ വാദമാണ് എനിക്ക്. അതിനെന്താ പ്രശ്നം? തീവ്രമായ വാദം വേണമല്ലോ. എല്ലാരും മനുഷ്യനാകണം. അവിടെ നായര്, പുലയൻ, മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യാനി, ബ്രാഹ്മണൻ, ക്ഷത്രിയന്, ശൂദ്രന്, വൈശ്യന്, നായര്, പറയന്, പട്ടര്, ക്രിസ്ത്യൻ, അങ്ങനെയൊന്നും പാടണ്ട. നമുക്ക് സഖാവാകാമേ. അതൊരു തീവ്രമായ നിലപാടാണ്. നിനക്ക് അങ്ങനെ ഉണ്ടോ? നിനക്കൊരു സഖാവാകാൻ പറ്റുമോ? ഞാനൊരു സഖാവാണ്. ഹിന്ദുക്കളെ ചോദിച്ചതിന് ഉത്തരം പറ. ഈ വഖഫിന്റെ പ്രക്ഷോഭത്തിന്റെ പേരില് 3 ഹിന്ദുക്കളെ കൊല്ലുകയും ഹിന്ദുക്കളെ കൊള്ളയടിക്കുകയും ആക്രമിക്കുകയും ചെയ്ത ഇസ്ലാമിസ്റ്റുകൾ എന്തിന്റെ പേരിലാണ് ചെയ്തത്? വഖഫ് നിയമം ഭേദഗതി പാസാക്കിയത് പാർലമെന്റാണ്. അത് പ്രസിഡന്റ് ഒപ്പിട്ടു. ഇനി അത് കോടതിയിൽ ചോദ്യം ചെയ്തിട്ടുണ്ട്. അതിന് കോടതി തീരുമാനിക്കും. ഇതില് ഇവർക്ക് എന്തെങ്കിലും രാഷ്ട്രീയ ബന്ധമുള്ളവരെയാണോ കൊന്നു തള്ളിയത്? എന്തിനാണ് ഏത് പ്രക്ഷോഭം നടത്തുമ്പോഴും പ്രത്യേക സമുദായം മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ ആക്രമിക്കുന്നത്, ഹിന്ദുക്കളെ കൊള്ളയടിക്കുന്നത്? ഇത് ആദ്യമായിട്ട് ബംഗാളിൽ സംഭവിച്ചൊന്നുമല്ല. ഇത് യുപിയിൽ അങ്ങനെയാണ്, മഹാരാഷ്ട്രയിൽ അങ്ങനെയാണ്, ഗുജറാത്തിൽ അങ്ങനെ ആയിരുന്നു. ശ്രീരാമൻ എന്ന് പറയുന്ന ദൈവമല്ല, ശ്രീരാമൻ ദൈവത്തിന് വീടില്ലായിരുന്നു. അപ്പൊ അള്ളാഹുവിന്റെ വീട്ടിൽ പോയി മഴയത്ത് കയറിയിരുന്നത്. അള്ളാഹുവിന്റെ വീടാണുള്ള പള്ളി പോയിട്ട് ശ്രീരാമൻ മഴയത്ത് കയറിയിരുന്നത്. പിന്നെ അള്ളാഹുവിന്റെ വീട് പൊളിച്ചിട്ട് ശ്രീരാമന്റെ വീടുണ്ടാക്കി. അത് ഭരണാധികാരികൾ ചെയ്യണമല്ലോ. ദൈവത്തിന് വീടില്ലായിരുന്നു ശ്രീരാമന്. അപ്പോ ജനിച്ച സ്ഥലത്ത് തന്നെ വീട് കൊണ്ട് കൊടുത്ത് ശ്രീരാമന്. ഈ ദൈവത്തിന്റെ പേരും പറഞ്ഞ് മനുഷ്യന്മാർ തമ്മിൽ തല്ലരുത്, അത്രയുള്ളൂ. ദൈവത്തിന് വീട് വെച്ച് കൊടുക്കണം. ദൈവത്തിന് വീട് വേണ്ടേ? എത്രയോ ദൈവങ്ങൾക്ക് വീടില്ലായിരിക്കുന്നു. അപ്പൊ ദൈവത്തിന് വീട് വെച്ച് കൊടുക്കണം. അപ്പൊ അതിനുവേണ്ടിയാണ് ഇത് എടുക്കുന്നത്. ഈ സ്ഥലമൊക്കെ എടുത്തിട്ട് അള്ളാഹുവിന് ഇഷ്ടംപോലെ സ്ഥലമുണ്ടല്ലോ. അള്ളാഹുവിന് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അതെടുത്തിട്ട് മറ്റുള്ള ചെറിയ ചെറിയ ദൈവത്തിനൊക്കെ വീട് വെച്ച് കൊടുക്കണം. അത് ഭരണാധികാരികൾ ചെയ്യേണ്ടതാണ്. അതിനാണ് മോഡിജി അതിനുവേണ്ടി ചെയ്യുന്നത്. കാര്യങ്ങൾ മനസ്സിലാക്കണം. ശ്രീരാമൻ എന്ന് പറഞ്ഞ ദൈവത്തിന് വീടില്ലായിരുന്നു. അപ്പോ മഴ നനഞ്ഞ് നടക്കിയ ദൈവം. അപ്പൊ ഒരു പള്ളിയിൽ അള്ളാഹുവിന്റെ വീട്ടിൽ കയറുന്നത്. അള്ളാഹുവിന്റെ വീട്ടിൽ കയറുന്നത് അത് കഴിഞ്ഞിട്ട് അള്ളാഹുവിന് ഇഷ്ടംപോലെ വീടുണ്ടല്ലോ. അള്ളാഹുവിന് ഇഷ്ടംപോലെ വീടുണ്ട്. അപ്പോ ആ വീട് പൊളിച്ചിട്ട് ഒരു വീട് പൊളിച്ചിട്ട് ശ്രീരാമനെ അവിടെ വീട് കൊണ്ട് കൊടുത്തിട്ട് അതാണ് പള്ളിപ്പറമ്പ് ശ്രീരാമനെ. അത് ഭരണാധികാരികൾ ചെയ്യണം. അതിന്റെ പേരിൽ എത്ര ആൾക്കാരൊക്കെ ഉണ്ട്. ദൈവത്തിന്റെ പേരിലാണ് കൊല്ലലും കൊലയൊക്കെ നടക്കുന്നത്. എന്തിനാണ്? ദൈവത്തിന്റെ വീടുകളെങ്കിൽ ദൈവം കെട്ട നമ്മളതിനെ മനുഷ്യന്മാർക്ക് വീട് വെച്ച് കൊടുക്കും. മനുഷ്യന്മാർക്ക് ഭക്ഷണം കൊടുക്കും. പാല് കറന്നിട്ട് ദൈവത്തിന് വെച്ച് കൊടുക്കും. കടലിലോട്ടും പുഴയിലൊക്കെ തള്ളാണ്. മനുഷ്യന്മാര് പട്ടിണി കിടക്കുകയല്ലേ. പാല് കറന്നിട്ട് മനുഷ്യന്മാർക്ക് കൊടുക്കണ വിശക്കുന്ന മനുഷ്യന് കൊടുക്കുന്നു. അതാണ് സഖാവ് പറയാറ്. ഞാനൊരു സഖാവാണ്. ചോദ്യം, ഇസ്ലാമിസ്റ്റുകളെ ആര് സഹിഷ്ണുത പഠിപ്പിക്കും? എങ്ങനെ അവർ പഠിക്കും? അതാണ് ചോദ്യം. അള്ളാഹുവിന്റെ സ്ഥലം സർക്കാർ പിടിച്ചെടുക്കുകയാണ്. അപ്പൊ അള്ളാഹുവിന്റെ ആൾക്കാരല്ല, അള്ളാഹുവിനെ ആരാധിക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു. അവര് പ്രശ്നം ഉണ്ടാകും. അപ്പൊ ഈ ചെറിയ ചെറിയ ദൈവമല്ല, വളരെ ചെറിയ മറ്റേ അള്ളാഹുന്നോറും ഭയങ്കര വലിപ്പമാണ്. ചെറിയ ചെറിയ ദൈവങ്ങൾക്ക് വീടില്ല. അപ്പൊ ഹിന്ദുക്കളുടെ ചെറിയ ചെറിയ ദൈവമല്ലേ,
കുഞ്ഞു കുഞ്ഞു ദൈവങ്ങളാണ്. അപ്പൊ അവർക്ക് കുഞ്ഞു കുഞ്ഞു വീട് വെച്ച് കൊടുത്താൽ മതി. അപ്പൊ അത് സർക്കാർ തന്നെ ഈ സ്ഥലം എടുത്തിട്ട്, അള്ളാഹുവിന്റെ സ്ഥലം എടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു ദൈവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടിയാണ്. നല്ല കാര്യമല്ലേ സർക്കാർ ചെയ്യുന്നത്. അപ്പൊ ആൾക്കാർ പ്രശ്നം ഉണ്ടാകുമ്പോൾ വഴക്കുണ്ടാകുമ്പോൾ വെടിവെക്കുമല്ലോ പോലീസുകാർ. തമ്മിൽ വെട്ടി ചാകട്ടാ മനുഷ്യന്മാര്. ഈ ദൈവത്തിന്റെ പേരും പറഞ്ഞാണ് ഈ ചാകണത്. ബുദ്ധിയില്ലാത്തവന്മാരൊക്കെ വെട്ടി ചാകട്ടെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആർക്കാണ് ഇപ്പൊ സഹിഷ്ണുത ഉള്ളത്? ഇപ്പൊ ആർക്കാണ്? നിനക്കുണ്ടാ? നിന്റെ ദൈവം ആരാണ്? നിന്റെ ദൈവത്തിന്റെ പേര് എവിടെയാണ്? നീ ദൈവത്തിന്റെ പേരിൽ കിടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. ദൈവത്തിന് വീട് ദൈവം വെക്കട്ടോ. നീ ഇതിനെ എത്ര മാത്രം കാര്യമാണ് ആണോ? അള്ളാഹുവിന്റെ വീട് ആക്രമിച്ചവരെയാണോ ഇപ്പൊ ബംഗാളിൽ കൊന്നത് ഇസ്ലാമിസ്റ്റുകള്? ആണോ? ആർക്കാണ് സാക്ഷ്യതയുള്ളത്? മുണ്ടെടുക്കാൻ സ്വാതന്ത്ര്യമില്ലാതാ, തുണിയെടുക്കാൻ, ഭക്ഷണം കഴിക്കാൻ സ്വാതന്ത്ര്യമില്ലാതാ. ഭക്ഷണത്തിന് ഉപ്പുമാവെന്ന് കൈ പറയാൻ പറ്റില്ല, പുട്ടെന്ന് കൈ പറയാൻ പറ്റില്ല. നിന്റെ രാജ്യത്ത് ഞാൻ തിരുവിതാംകൂറുകാരനാണ്. ആഭരണം ധരിക്കാൻ പറ്റില്ല, നോയ നടക്കാൻ സ്വാതന്ത്ര്യമില്ല. എവിടെയാണ് സാക്ഷ്യത? എവിടെയാണ്? നീ ആരാണ്? ആരാണ്? നമ്പൂരിയാണ്? ആ പട്ടരാണ്? ആരാടാ നീ? ആരാണ്? സഹിഷ്ണുത ഉണ്ടായി അവിടെ തീർന്നു. കെട്ടും കിടക്കെടുത്ത് ഇപ്പൊ ബംഗാളിൽ പോകുന്നില്ലേ മറ്റേ ആളുകൾ, അങ്ങനെ പോണ്ടി വരും. തത്തോന് പോയി, ആ കുടുംബത്തിനും പോയി. അത്രേ ഉള്ളു. അത്രേ ഉള്ളു. അല്ലാതെ പോയവന് പോയി. നീ ഇതും പറഞ്ഞ് കരഞ്ഞിട്ട് കാര്യമില്ലേ? നീ നിന്റെ കുടുംബം നോക്ക്. ദൈവത്തിന്റെ പേരും പറഞ്ഞ് നീ കരഞ്ഞിട്ട് കാര്യമില്ലേ? എടാ പട്ടര, നീ എവിടെയെങ്കിലും വല്ല എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് കിടക്കും. അടുത്ത ആരെങ്കിലും ഒരു കുമ്പിളിൽ കുത്തിയിട്ട് ഒരു കന്യാരെങ്കിലും മൂട്ടൊക്കെ പാള വെച്ചെന്ന് പറയുമ്പോഴേ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കാൻ നോക്കും. എങ്ങാട്ട് പോകാനാടാ? ഇവിടെ ജനിച്ച സ്ഥലത്ത് തന്നെ ചാകണം. അത്രയല്ല, ഒരു ചാകുമല്ല. എങ്ങാട്ട് ഓടിച്ചുകൂടി, എങ്ങാട്ട് പോകുന്ന പറയുന്നത്. എന്നാണെങ്കിലും ചാകണ്ടേടാ, ഒരു ചാവണം. പിന്നെ നീ ഇതിനെ പേടിക്കണത്? എന്നാണെങ്കിലും ഒരു ചാവണ. ചാകുന്നവരെ അന്തസ്സായിട്ട് നിൽക്കുക. ചവിട്ടി നിൽക്കട, നിലത്ത് ചവിട്ടി നിൽക്കേ. നീ എന്തിനാ ചാടണത്? ചവിട്ടി നിൽക്കട നിലത്ത്. അല്ല, അങ്ങനെ ജനിച്ച സ്ഥലത്ത് ജീവിക്കാൻ പറ്റിയില്ല എന്നാണ് പറഞ്ഞത്. ജനിച്ച സ്ഥലത്ത് നിന്നും അതും ഓടിച്ചു. എന്തിന്റെ പേരില്? ഏതോ ഒരു സർക്കാർ ഒരു വഖഫ് നിയമം പാസാക്കി എന്ന് പറഞ്ഞ് യാതൊരു ബന്ധവുമില്ലാത്ത കുറെ പേരെ കൊല്ലുന്നു, ആക്രമിക്കുന്നു, കൊള്ളയടിക്കുന്നു. ഏതോ ഒരു സർക്കാരല്ലടാ, ഇന്ത്യൻ സർക്കാരാണ്. മോദിക്കാടാ. ഇന്ത്യയിലെ ദൈവോടാ 15ാമത്തെ അവതാരമാണ്. ശ്രീരാമന്റെ, ശ്രീകൃഷ്ണനാണ്, വിഷ്ണുവാ. ഏതോ ഒരു ദൈവത്തിന്റെ 15ാമത്തെ അവതാരമാണ്. അവരല്ലേ ദൈവമല്ലേ നിയമം ഉണ്ടാക്കണത്, നമ്മൾ അനുഭവിക്കുക. അത്രേ ഉള്ളു. ദൈവമല്ല നിയമം ഉണ്ടാക്കുന്നത്, അപ്പൊ നമ്മൾ അനുഭവിക്കുക. അത്രേ ഉള്ളു. നീ ആരാണ്? പട്ടരിൽ പൊട്ടരില്ലെന്നാണ് പറയുന്നത്. നീ പട്ടരാണോ? ഈ പട്ടരിൽ പൊട്ടനില്ലെന്നാ പറയുന്നത്. നീ പട്ടരാണോടാ? ബംഗാളിൽ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്നാണ് ചോദ്യം. അതിന് വല്ല മറുപടി ഉണ്ടെങ്കിൽ പറ. പട്ടരന് പൊട്ടത്തരം പറയല്ലേ? ഞാനൊരു തീവ്രവാദിയാണ്. എല്ലാരും സഖാവാകണം. നമ്പൂരി, പട്ടരി, പിന്നെ നായരി, പോലയൻ, പറയൻ, മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ, ജൈനൻ, ബുദ്ധൻ, സിഖ്, അങ്ങനെയൊക്കെ മാറ്റിട്ട് നമുക്ക് സഖാവാകാണ. എടാ പട്ടര, നീ ഞാൻ പറഞ്ഞേ പട്ടരിൽ പൊട്ടലെന്നല്ല. നീ പൊട്ടത്തരം പറയരുത് എന്റെ അടുത്ത്. ഞാനൊരു സഖാവാടാ. ആരാടാ ഹിന്ദു? ആരാടാ? ആരാണ് ഹിന്ദു? ഏത് പട്ടണനെ കൊന്നത്? ഏത് ബ്രാഹ്മണനെ കൊന്നത്? ബ്രാഹ്മണനും പട്ടനും നമ്പൂരിയൊക്കെയല്ലേടാ ഹിന്ദു. ബാക്കിയുള്ളവർ ഹിന്ദുക്കളാണ്, മറ്റുള്ളവർ അവർണരല്ലേടാ. എടാ പട്ടണ, നീ എന്താണ് പൊട്ടത്തരം പറയണത്? സർക്കാരാണെങ്കിലും ന്യായമാണല്ല. അവനവന്റെ ദൈവത്തിന്റെ കാശെടുക്കണം, അല്ലാതെ വല്ലവന്റെ ദൈവത്തിന്റെ കാശെടുക്കരുത്. അവനവന്റെ ദൈവത്തിനെ ആരാധിക്കണം, അവനവന്റെ ദൈവത്തിന്റെ കാശെടുക്കണം. അപ്പൊ മോഡിജിയുടെ ദൈവം ഏതാണ്?
മോഡിജിയുടെ ദൈവത്തിന്റെ അടുത്ത് കാശ് മേടിക്കണം. അല്ലാതെ വല്ലവന്റെയൊക്കെ ദൈവത്തിനെ ആരാധിക്കാനും വല്ലവന്റെ ദൈവത്തിന്റെ കാശ് എടുക്കാൻ പോകുന്നത് ശരിയല്ലേ, ന്യായമല്ല. ഇപ്പൊ ഗുരുവായൂരപ്പന്റെ കാശുണ്ടെങ്കിൽ ഗുരുവായൂരപ്പനെ മേടിക്കണം. ഗുരുവായൂരപ്പന് ചെലവുണ്ടാവില്ലല്ലോ. മുസ്ലിങ്ങളുടെ ദൈവം അള്ളാഹു അല്ലേ? മുസ്ലിങ്ങളുടെ അല്ലേ? മുസ്ലിങ്ങളുടെ ദൈവം അള്ളാഹു. അള്ളാഹുവിന്റെ കാശ് ഗുരുവായൂരപ്പൻ മേടിക്കാൻ ശരിയാണോ? ഗുരുവായൂരപ്പന്റെ കാശ് അള്ളാഹു മേടിക്കാൻ പറ്റില്ല. ഗണപതിയുടെ കാശ് ഗുരുവായൂരപ്പൻ മേടിക്കരുത്. അയ്യപ്പ സ്വാമിയുടെ കാശ് കൊടുങ്ങല്ലൂരമ്മ മേടിക്കാൻ പോലെ. കൊടുങ്ങല്ലൂരമ്മയുടെ കാശ് ചേർത്തലക്കാർത്തേന് മേടിക്കാൻ പോലെ. അവനവന്റെ കാശെടുത്ത് ചിലവാക്ക്. അതല്ലേ ശരി. ഇപ്പൊ അവനവന്റെ ദൈവത്തിന്റെ അടുത്ത് കാശുണ്ട്, അപ്പൊ ആ ദൈവത്തിന്റെ അടുത്ത് കാശ് മേടിക്കണം. ഇതൊക്കെ ന്യായമാണ്, അത് നീതി വേണ്ടേ? അള്ളാഹുവിന്റെ കാശ് എടുത്തിട്ട് അപ്പൊ അവർക്ക് ഇഷ്ടപ്പെടുമോ? അള്ളാഹുവിനെ ആരാധിക്കുന്നവർക്ക് ഇഷ്ടപ്പെടില്ല. ന്യായം വേണ്ടേ? പറയുന്നതിനും ചെയ്യുന്നതിനും ന്യായം വേണ്ടല്ലോ. ഇപ്പൊ ശ്രീരാമന്റെ കാശുണ്ട് ഇഷ്ടംപോലെ, കോടിക്കണക്കിന് രൂപ വേണ്ട. ശ്രീരാമനോട് മേടിക്കണം. ശ്രീരാമൻ എന്ന് പറയുമ്പോ അതിനാരാധിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരോട് മേടിക്കണം. ഗണപതിയുടെ കോടിക്കണക്കിന് കാശുണ്ട്, അപ്പൊ ഗണപതിയുടെ അടുത്ത് മേടിക്കണം. അവനോട് ഇഷ്ടപ്പെട്ട ദൈവത്തിന്റെ അടുത്ത് കാശ് മേടിക്കണം. അല്ലാതെ വല്ലവന്റെ ദൈവത്തിന്റെ അടുത്ത് പോയി കാശ് മേടിക്കാൻ പോകുമ്പോ പ്രശ്നം ഉണ്ടാവുമല്ലേ, വഴക്കുണ്ടാകും. അവനവന്റെ ദൈവം കോടിക്കണക്കിന് ദൈവം ഉണ്ടല്ലോ ഇന്ത്യയില്. എല്ലാ ദൈവത്തിനും കോടിക്കണക്കിന് രൂപയുണ്ട്. ഇപ്പൊ ശ്രീ പത്മനാഭ ദൈവം ഉണ്ടല്ലോ, കോടാനുകോടി രൂപയാണ്. കെട്ടിപ്പിടിച്ച് വെച്ചേക്കല്ലേ ദൈവങ്ങള്, കാശൊന്നും കൊടുക്കാതെ. വല്ലവന്റെ ദൈവത്തിന്റെ കാശ് അടിച്ചു മാറ്റാൻ പോകുമ്പോ പ്രശ്നം ഉണ്ടാവില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ ആലോചിക്കണ എങ്ങനെയാണ്? അവനവന്റെ ദൈവത്തിന്റെ അടുത്ത് കാശ് മേടിക്ക്. ഇതാ ദൈവമേ, ഒരു 10 രൂപ നേടാ, ചായ കുടിക്കാനാണെന്ന് ചോദിക്കണം. അല്ലാതെ എന്റെ ഗുരുവായൂരപ്പോ ഒരു 100 രൂപ കാശ് ചോദിച്ചു മേടിക്കണം. എന്റെ അല്ലാഹുവേ, ഒരു 1000 രൂപ ചോദിക്കണം. അത് ഓരോരുത്തരും വിശ്വസിക്കുന്ന ആൾക്കാരോട് കാശ് മേടിക്കണം. അല്ലാതെ വല്ലവന്റെ ദൈവത്തിന്റെ കാശ് എടുത്തിട്ട് ചിലവാക്കാൻ പോകുമ്പോ പ്രശ്നം ഉണ്ടാകും, പ്രയാസം ഉണ്ടാകും, സങ്കടമാണ് മക്കളെ. ഒന്ന് ആലോചിക്കേ. ഞാൻ പറഞ്ഞ സത്യമല്ലേ?